വികസനങ്ങളുടെ എണ്ണം പറഞ്ഞു. നാഷണൽ ഹൈവേയെ പറ്റി പറഞ്ഞു. നാഷണൽ ഹൈവേയെ പിതൃത്വം ഏറ്റെടുക്കാൻ 2-3 മാസമായിട്ട് ആരുമില്ല. 5080 കോടി രൂപ ഓരോ ദിവസവും ഞാൻ പറയട്ടെ, ഓരോ ദിവസവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റോഡിൽ ഇറങ്ങിയിട്ട് മൊബൈലിൽ പറയുന്നത് കണ്ടില്ലേ? മുഖ്യമന്ത്രി എല്ലാ ആഴ്ചയും മുഖ്യമന്ത്രി, ഞാൻ പറയട്ടെ അരുണേ, എല്ലാ ആഴ്ചയും മുഖ്യമന്ത്രി റിവ്യൂ നടത്തുന്ന അതിങ്ങനെ സംസ്ഥാനത്ത് ഇങ്ങനെ പൊട്ടല് തുടങ്ങിയപ്പോ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ CPM ഇല്ല, BJP ഇല്ല, അവര് മത്സരിക്കായിരുന്നു. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം, ഞാൻ ഒരു കാര്യം കൂടി പറയാം. കേരളത്തിലെ വികസനം, കേരളം നമ്പർ 1 ആണെന്ന് അരുൺ പറഞ്ഞു. എല്ലാ മേഖലയിലും അരുൺ പറഞ്ഞു. മേഖലയിൽ എല്ലാം അല്ല, നിങ്ങൾ ഉപേക്ഷിച്ച പദ്ധതി നിങ്ങൾ പ്രഖ്യാപിച്ചു. ഈ ദേശീയപാത കേരളത്തിൽ നടപ്പാവില്ല, ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. വയൽക്കിളികളുടെ സമരം, കിഴാറ്റൂർ സമരം, നെഞ്ചത്ത് ഗ്യാസ് കുറ്റി കെട്ടിവെച്ച സമരം, റോട്ടിൽ നിസ്കാരപ്പായ വിരിച്ച സമരം, ഈ സമരത്തിൻ്റെ ഒക്കെ മുന്നിൽ നിന്നത് കോൺഗ്രസ്, BJP, ജമാഅത്ത് ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, NDF എല്ലാവരുമാണ്. ഈ സമരത്തെ എല്ലാം മാന്യമായ നഷ്ടപരിഹാരം കൊടുത്ത് ഒത്തുതീർപ്പാക്കി സംസ്ഥാന ഖജനാവിൽ നിന്ന് 6000 കോടി രൂപയോളം എടുത്ത് മുടക്കി ആ പദ്ധതി പൂർത്തീകരിച്ച് മുന്നേറുന്നു. നിർമ്മാണത്തിൽ ചില പാകപ്പിഴ നമുക്കറിയാം. അതിൻ്റെ കോൺട്രാക്ടർ, അതിൻ്റെ ഉത്തരവാദി അവരുടെ ചെലവിൽ തന്നെ അത് പുനർനിർമ്മിക്കും. ഏതായാലും ഈ ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ദേശീയപാത നാടിന് സമർപ്പിക്കും, 100% ഉറപ്പ്. ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഓരോ വികസന പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കും. നിങ്ങൾ കോലിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇടവെച്ച് വീഴിക്കാൻ നോക്കി, നുണപ്രചരണം നടത്തി, ആരോപണം ചെയ്ത് യുവ MLA-മാർ നടത്തുന്ന എല്ലാ തരത്തിലുള്ള അപവാദ പ്രചരണം എന്തിനേയും ചങ്കൂറ്റത്തോടെ നേരിടും. ആ ചങ്കൂറ്റത്തോടെ നേരിടാൻ കഴിയും എന്നതിനെയാണ്, അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതികളെ, ആ പദ്ധതികളെ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനെയാണ് നിങ്ങൾ പിണറായിസം എന്ന് പറയുന്നെങ്കിൽ ആ പിണറായിസത്തെ ഞങ്ങൾ അംഗീകരിക്കും, നടപ്പാക്കുക തന്നെ ചെയ്യും. ഞാൻ പ്രിയങ്ക ഗാന്ധി ഈ മണ്ഡലത്തിന്റെ കൂടി MP ആണ്. പുതിയൊരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു. അത് ഒറ്റ കാര്യം, ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ മണ്ഡലം കൂടി ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത് രാഹുൽ ഗാന്ധിയാണ്. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ MP ആയാൽ വനം വന്യജീവി ആക്രമണം എന്നേക്കുമായി തടയാൻ പാർലമെന്റ് ഞാൻ തലകുത്തി മറയ്ക്കുമെന്നാ പറഞ്ഞ്. 5 കൊല്ലം MP ആയി. ഒരു ചോദ്യം പാർലമെന്റിൽ ഞാൻ ഈ സീറ്റിൽ ഉണ്ട് എന്നൊന്ന് പറയാൻ, ഒന്ന് കൈപൊക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. പിന്നെ 2024 ആ തെരഞ്ഞെടുപ്പിലും പ്രകടന പത്രികയിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞു, വീണ്ടും എന്നെ ജയിപ്പിച്ചാൽ വനം വന്യജീവി ആക്രമണം ഞാൻ തടയും. വീണ്ടും പാവങ്ങൾ ജയിപ്പിച്ചു, നല്ല ഭൂരിപക്ഷം കൊടുത്തു. അത് കഴിഞ്ഞത് 2 മാസം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ പ്രിയങ്ക ഗാന്ധി വന്നു, അവരുടെയും പ്രകടന പത്രിക വന്നു, ഞാൻ ജയിച്ചാൽ വനം വന്യജീവി. മിസ്റ്റർ സലാഹുദ്ദീൻ, നമുക്കറിയാം 1972 നിങ്ങൾ രാജ്യം ഭരിക്കുമ്പോഴാണ് ഈ നിയമം കൊണ്ടുവന്നത്. നിങ്ങൾ രാജ്യം ഭരിക്കുമ്പോഴാണ് അമെൻമെന്റ് കൊണ്ടുവന്നത്. നിങ്ങൾ ആ നിയമത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇടപെടാൻ ശ്രമിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ കൂച്ചുവിലം കിട്ടിയിരിക്കുന്നു. എന്നിരുന്നാലും ഞങ്ങൾ അന്തസ്സോടെ പറയുന്നു, ഈ വിഷയത്തിന് ശാശ്വതമായി പരിഹാരം കാണാൻ ഒരു ഗവൺമെന്റിന്, സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധി, നാളെ പ്രിയങ്ക ഗാന്ധി വരട്ടെ. ഈ ജനങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ വീണ്ടും ആ ചോദ്യം ചോദിക്കും, എന്തു ചെയ്തു നിങ്ങൾ ഈ മണ്ഡലത്തിന് വേണ്ടി?